نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കുമെല്ലാം കീഴൊതുങ്ങി വിധേയരായി ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാധനകളിൽ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം ലഭിക്കുന്ന, നിർവൃതി ലഭിക്കുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ, ഖുർആൻ പാരായണമാവട്ടെ, ജമാഅത്ത് നമസ്കാരമാവട്ടെ, ദിക്റുകളാവട്ടെ, അതിലുപരി നോമ്പ് കൂടിയാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം, ഇബാദത്തുകൾക്കെല്ലാം ഒരു ബോധപൂർവമായ ഒരു ശ്രദ്ധ, പ്രതിഫലം ഒട്ടും കുറഞ്ഞു പോകരുത് എന്ന അതിയായ ഒരാഗ്രഹം അത് തീർച്ചയായും വരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സയ്യിദൽ അയ്യാം യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ അത് ജുമുഅയാണ്. വസയ്യിദ ശുഹൂരി റമളാൻ, മാസങ്ങളുടെ നേതാവ് അത് റമളാനാണ് എന്ന്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു സമയമാണ് റമളാൻ എന്ന് പറയേണ്ടതില്ല. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ല താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം സ്വഹാബികളെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്, അദറക്തു അഖ്വാമൻ, ഞാനൊരു ജനതയെ കണ്ടിട്ടുണ്ട്, കാനു അലാ ഔഖാത്തിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. നിങ്ങളോട് ആരെങ്കിലും കുറച്ച് ദിനാറ് തരാമെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അതിനോടുള്ളൊരു വല്ലാത്തൊരാഗ്രഹവും ആർത്തിയുണ്ടല്ലോ, കൊതി, അതിനേക്കാളും ദിർഹമുകളെക്കാളും ദിനാറുകളെക്കാളും സമയത്തോട് കൊതിയും ആഗ്രഹവും കാണിച്ചിരുന്ന
കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്. അവരാണ് സ്വഹാബികൾ. അപ്പം അത്രയേറെ സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുകയും കിട്ടുന്ന ഒഴിവു സമയങ്ങളെ കയ്യിൽ കിട്ടുന്ന സമ്പത്തിനേക്കാൾ വിലമതിക്കുകയും ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സമയങ്ങളുമായി നമ്മൾ വിനിയോഗിക്കുന്ന കാര്യങ്ങളുമായി അതിനെ ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ റമദാനിലെ 3-ാമത്തെ നോമ്പിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ 26-ഓ 27-ഓ നോമ്പുണ്ടാകും. സാധാരണ എല്ലാ റമദാൻ കടന്നു വരുമ്പോഴും നമ്മൾ പറയാറുണ്ട് റമദാൻ തുടങ്ങിയെന്ന്. പക്ഷേ ആ തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നാളെ റമദാൻ തീർന്നു എന്ന് പറയും. അത്ര വേഗതയിലാണ് വിശുദ്ധ റമദാൻ വരുന്നതും റമദാൻ കഴിഞ്ഞു പോകുന്നതും. അതുകൊണ്ട് റമദാൻ കടന്നു വരുമ്പോൾ മറ്റേതൊരു നേട്ടത്തെക്കാളും വലിയ നേട്ടം എന്ന് പറയുന്നത് മഗ്ഫിറത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അദറക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫമത. ഒരു മനുഷ്യന് റമദാൻ എത്തിയിട്ടും അവൻ്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്ത് അവന് പുറത്തു കൊടുക്കാനാണ് എന്ന ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. അത്രമാത്രം തൗബ ചെയ്യുന്നവരിലേക്ക് കാത്തിരിക്കുന്ന, മഗ്ഫിറത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരിലേക്ക് പുറത്തു കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള ബോധമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാപങ്ങൾ എന്ന് പറയുന്നത് അടിക്കടി വന്നുകൊണ്ടിരിക്കും. പാപങ്ങൾ വരികയും അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നവരെയുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് വരാൻ പാടില്ല എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. തെറ്റ് വരും. കാരണം തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് മനുഷ്യ പ്രകൃതി എന്നുള്ളതാണ്. റബ്ബാണ് നേരിട്ട് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്, ആദമേ ആ മരത്തിലേക്ക് അടുക്കരുത്, അത് കഴിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താകും, പിശാച് നിന്നെ വശീകരിക്കാൻ ശ്രമിക്കും, അവൻ്റെ ചതിയിൽ പെടരുത് എന്നെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും പിശാചിന് ആദമിനെയും ഹൗവയെയും ചതിയിൽപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ആ ഒരു വശ്യതയും വസ്വാസിൻ്റെ ശക്തിയും എത്ര വലുതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ. നമ്മളൊന്നും കാണാതെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി രൂപപ്പെടുന്ന, ഒരു കറുത്ത കുത്ത് വീഴും. ഫഇദാ ഹുവ നസഅ, ഇനി ആ പുള്ളി അവൻ ഊരിയെടുക്കാൻ, മാന്തിയെടുക്കാൻ തീരുമാനിച്ചു. വസ്തഗ്ഫറ, അതിനുള്ള മാർഗം എന്താ? തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. അവനത് ചെയ്തു എങ്കിൽ സുഖില കൽബുഹു, അവൻ്റെ ഹൃദയം സ്ഫുടം ചെയ്തെടുക്കപ്പെടും. കറയുള്ള ഒരു സാധനത്തെ നന്നായി കഴുകിയെടുത്താൽ എത്രമാത്രം അത് തിളങ്ങുമോ അതുപോലെ അവൻ്റെ മനസ്സ് തിളങ്ങും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പാപക്കറകളില്ലാതെ പരലോകത്തെത്തിയാൽ മാത്രമാണ് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക, സ്വർഗത്തിലെത്താൻ കഴിയുക. കൽബുൻ സലീം എന്ന് പറയുന്ന ഒരു ഹൃദയം, സുരക്ഷിതം, എല്ലാത്തിൽ നിന്നും സുരക്ഷിതം, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതം, ഹറാമുകളിൽ നിന്ന് സുരക്ഷിതം, അനാവശ്യങ്ങളിൽ നിന്ന്, അനർഹമായതിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും ശുദ്ധമായ ഒരു ഹൃദയത്തെയാണ്, ശുദ്ധമായ മനസ്സുകളെയാണ് അള്ളാഹു നാളെ പരലോകത്ത് സ്വീകരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയിൽ ആ മനസ്സിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സൂറത്ത് ഷൂറായിലെ 88-ാമത്തെ വചനം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനം ചെയ്യാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായി റബ്ബിലേക്ക് എത്തുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അതിനുള്ള ഒരു സമയമാണിത്. നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. മുത്തത്വഹീരീൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ശുദ്ധിയാണ്. ശാരീരികമായ ശുദ്ധിയും ആത്മീയമായ ശുദ്ധിയും നടക്കണം. അത് രണ്ടും ഒരുപോലെ നടക്കുന്ന ഒരു സമയമാണ് വിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥമായി റബ്ബിന് മുമ്പിൽ സമർപ്പിക്കണം. ഒരു ബുക്കെടുത്ത് വായിച്ച് തൗബ ചെയ്താൽ തൗബയാവുകയില്ല.
ഏതെങ്കിലും ഒരു കാലത്ത് തെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് തൗബ ചെയ്താൽ അത് തൗബയാകണമെന്നില്ല. ബോധ്യമുണ്ടാകുമ്പോൾ ചെയ്യണം, മനസ്സറിഞ്ഞ് ചെയ്യണം. അതിനാണ് തൗബത്തുൻ നസൂഹ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹരീമിലെ 7-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, മനസ്സറിഞ്ഞ്, കണ്ണുകൾ നിറഞ്ഞ്, ഹൃദയം വിങ്ങി, ആത്മാർത്ഥമായി ഓരോ തെറ്റും എടുത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ കഴിയണം. അതാണ് തൗബത്തിന്. അതാണ് വിശുദ്ധ റമദാനിൽ ശരിക്കും നടക്കേണ്ടതും അതുതന്നെയാണ്. മഹാനായ ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട്: മൻ റഅ അന്നഹു ലാ യൻശരിഹു സദ്റുഹു. ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ ഹൃദയം എന്തോ ഒരു കുടുങ്ങി നിൽക്കുന്ന പോലെ, എന്തോ ഒരു ഇടുങ്ങി നിൽക്കുന്ന പോലെ, മനസ്സിനൊരു വിശാലത കിട്ടുന്നില്ല, ഒരു സുഖം കിട്ടുന്നില്ല എന്നൊരാൾ പറയാണ്. വലം യഹ്സുല്ലഹു ഹലാവത്തുൽ ഈമാൻ. അവൻ പറയാണ്, ഞാനൊരു മുഅ്മിനാണ്, പക്ഷെ എനിക്ക് ഈമാനിൻ്റെ ഒരു ഹലാവത്ത്, ഒരു വിശ്വാസിയായതിൻ്റെ ഒരു മാധുര്യവും ഒരു അനുഭവവും എനിക്കെൻ്റെ മനസ്സിന് കിട്ടുന്നില്ല. വനൂറുൽ ഹിദായ, ഹിദായത്തിലാണ് ഞാനുള്ളത്, പക്ഷെ അതിൻ്റെ ഒരു വെളിച്ചം എന്നിൽ പ്രകാശിക്കുന്നില്ല എന്നൊക്കെ ഒരാൾക്ക് തോന്നുന്നു എങ്കിൽ ഫൽയുക്സിരി തൗബത വൽ ഇസ്തിഗ്ഫാറ, അവൻ ചെയ്യേണ്ട എന്താണ്? തൗബയും ഇസ്തിഗ്ഫാറും നല്ലപോലെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എത്ര കണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും കൂട്ടുന്നുവോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് വിശാലമായി വരും, കുടുസുകൾ അകന്നു നിൽക്കും, അഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടത് നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. പടപ്പുകളുടെ വിഷയത്തിൽ അവരോടെന്തെങ്കിലും ചോദിച്ചാൽ പടപ്പുകൾക്ക് ഒന്ന് ചോദിച്ചു, രണ്ട് ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോൾ അവർക്ക് അനിഷ്ടമാണ്. റബ്ബിനോട് ചോദിക്കും തോറും ഇഷ്ടമാണ്. അതാണ് റബ്ബും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പടപ്പുകളോട് റബ്ബ് പറഞ്ഞത്, തൻ്റെ ദാസന്മാരോട് റബ്ബ് പറഞ്ഞത്, നിങ്ങൾ എത്രയും തെറ്റ് ചെയ്തു പോയവരാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു ജാഹിലിയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് പോട്ടെ, നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് തേടുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങ്. അള്ളാഹു പുറത്തു തരും. തരില്ല എന്നുള്ള രൂപത്തിലല്ല, തരും എന്ന ഉറപ്പിലാണ് റബ്ബിനോട് തേടേണ്ടത് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിക്ക് അവൻ്റെ മനസ്സിന് ഏറ്റവും ആനന്ദവും സന്തോഷവും ആശ്വാസവും നൽകുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. തൗബയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഉന്നതമായ മഹത്തായ ആയത്തതാണ്. ഏതാണത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഖുൽ, നബിയെ അങ്ങ് പറയും, യാ ഇബാദിയല്ലദീന അസ്റഫൂ. യാ ഇബാദി, സ്നേഹത്തോടെയുള്ള വിളിയാണത്. സ്നേഹത്തോടുകൂടി അള്ളാഹു തൻ്റെ ദാസന്മാരെ വിളിക്കുന്ന വിളിയാണത്. യാ ഇബാദി, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. എത്രയോ തെറ്റ് ചെയ്തവരാവട്ടെ നിങ്ങൾ. അതാണ് പരിധിയില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. പരിധിയില്ലാത്ത തെറ്റുകൾ ചെയ്തവരെ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണവൻ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരുണ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ്, ഒന്ന് അൽ ഗഫൂർ, രണ്ട് അർ റഹീം എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയങ്ങളെ പരമാവധി തൗബയ്ക്കും ഇസ്തിഗ്ഫാറിനും വേണ്ടി ഉപയോഗപ്പെടുത്തണം. തൗബ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, പ്രിയമുള്ളവരെ, തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ വിമുക്തി നേടണം, പൂർണ്ണമായും അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. രണ്ട്, ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ഖേദിക്കണം. നമുക്കൊരു പ്രായപൂർത്തിയൊക്കെ എത്തി, നമുക്ക് ഈ നമ്മുടെ തക്ലീഫൊക്കെ എത്തിയ, നമുക്ക് ഇബാദത്തുകളും എല്ലാം നിർബന്ധമായ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ ഓരോന്നും ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിക്കണം. അതേപോലെ ഇനി ആ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. അതല്ലാതെ ഇനിയും സാഹചര്യം കിട്ടിയാൽ ഞാൻ ആ തെറ്റ് ചെയ്യും എന്നതല്ല തൗബ ചെയ്യുന്നവൻ്റെ മനസ്സ്.
ഇനി പടപ്പുകളുമായി അവരെ മാനസികമായി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായി പൊരുത്തപ്പെടിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടത്. അല്ലാതെ ആ തൗബ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ തോന്നുന്ന നേരത്തല്ല, മറിച്ച് ബോധ്യം വരുമ്പോൾ ഉടനെ ഉരുവിടേണ്ട വാക്കുകളാണ് തൗബയുടെ വാക്കുകൾ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തൗബയുമായി ബന്ധപ്പെട്ട അല്ലാഹു ഇറക്കിയ ഒരായത്താണത്. ഇന്നമത് തൗബതു അലല്ലാഹി, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടവരാരാണ്? ലില്ലദീന യഅമലൂന സൂ എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരം പോലെയുള്ള അങ്ങനെയുള്ള വളരെ മോശമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള തെറ്റുകൾ, മ്ലേച്ഛതമായ കാര്യങ്ങൾ അതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ബിജഹാല, അറിവില്ലാതെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബയാണ് അല്ലാഹു കബൂൽ ചെയ്യുക, സ്വീകരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി തൗബയുടെയും ഇസ്തിഗ്ഫാറുകളുടെയും വാക്കുകൾ മനസ്സറിഞ്ഞുരുവിട്ടുകൊണ്ടിരിക്കുക, കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ദഅവത്തു സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് തള്ളപ്പെടാത്ത 3 പ്രാർത്ഥനകളിൽ ഒന്നായി എണ്ണപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്തു തരട്ടെ. നമ്മുടെ ഇസ്തിഗ്ഫാറുകളും തൗബയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞു, തഫക്കദുൽ ഹലാവത ഫീ സലാസിൻ, 3 കാര്യങ്ങളിൽ നിങ്ങൾ ഹലാവത്ത് കണ്ടെത്തണം, മാധുര്യം കണ്ടെത്തണം. ഹലാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹലവിയാത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹലാവത്ത് നിങ്ങൾ കണ്ടെത്തേണ്ടത് 3 കാര്യങ്ങളിലാണ്. അത് നിങ്ങൾക്ക് ഭാരമാവരുത്. ഹലാവത്ത് കണ്ടെത്തി അത് ചെയ്താലേ അതിനൊരു സുഖം കിട്ടുള്ളൂ. എന്താണ്? ഒന്ന് ഫിസ്വലാ, നമസ്കാരത്തിലാണ് ഹലാവത്ത് കണ്ടെത്തേണ്ടത്. കൈ കെട്ടിയാൽ മറ്റൊരു സമയത്തും കിട്ടാത്ത ഒരു ആനന്ദവും സുഖം കിട്ടണം. അപ്പോഴാണ് നമസ്കാരം ആകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലദ്ദത്ത് ആസ്വദിക്കുന്ന സമയമെന്ന് പറയുന്നത് എൻ്റെ നമസ്കാര സമയമാണ്. വഫിൽ ഖുർആൻ തുറന്ന് ഓതുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ആനന്ദം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഫോൺ പോക്കറ്റിലിരിക്കുക, അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിനേക്കാളും വലിയൊരു സുഖം വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ നമുക്ക് കിട്ടണം. 3 വഫി ദിക്രി, ദിക്റുകൾ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ ചൊല്ലുമ്പോൾ നമുക്കൊരു ആനന്ദം കിട്ടണം. ഫഇൻ വജദ്തുമൂഹ ഫംദു വഅബ്ശിറൂ, ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ആനന്ദവും സുഖവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. അത് സ്വർഗത്തിൻ്റെ റൂട്ടാണ്. ഇനിയോ ഫഇല്ലം തജിദൂഹ ഫഅലം അന്ന ബാബക മുഗ്ലഖുൻ, നിസ്കരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല, ഒരാനന്ദം കിട്ടുന്നില്ല, ദിക്റ് ചൊല്ലുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, നിന്റെ ഡോർ അടഞ്ഞു കിടക്കാൻ, സ്വർഗത്തിലേക്കുള്ള നിന്റെ ഡോർ അടഞ്ഞു കിടക്കുകയാണ്. എത്ര ശ്രദ്ധേയമായ ഒരു വാക്കാണ് മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നിലയ്ക്കുമുള്ള ശുദ്ധീകരണമാണ് ഈ റമദാനിൽ നമുക്ക് ആവശ്യമുള്ളത്. ഈ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്നിവിടെ ഉണ്ട്? 6 അടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. നമുക്കറിയുന്നവർ, നമ്മൾ തോളിൽ കൈയിട്ടവർ, അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, എത്രയോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമുക്കറിയുന്ന ചില ആളുകൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. ദഅവ, ദീനി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഓടി നടക്കുന്ന ചെറുപ്പക്കാരൊക്കെ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റമദാൻ തന്നെ
പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് വലിയൊരു തൗഫീഖാണ്. കിട്ടുന്ന സമയങ്ങളെ പരമാവധി നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. ധനശുദ്ധീകരണം ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുക്കേണ്ട ആ ഒരളവ് എത്തിയിട്ടുണ്ടെങ്കിൽ 100% കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് കൊടുക്കുമ്പോഴേ അതിലേക്ക് ഒഴുകിയെത്തൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ നിലയ്ക്കുമുള്ള ഒരു വിശുദ്ധി നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നോമ്പിലൂടെ, ഖിറാഅത്തിലൂടെ, തറാവീഹുകളിലൂടെ, മറ്റെല്ലാ പുണ്യകർമ്മങ്ങളിലൂടെയും വിശുദ്ധി നേടിയെടുക്കാനും നാളെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൽ നിന്ന് അള്ളാഹു റിയാഇനെ ഊരിയെടുത്ത് കളയട്ടെ, ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.